ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. കുറേ ദിവസമായി നമ്മളിവിടെ മീനൊക്കെ കിട്ടിയിട്ട് നമ്മൾ 2 ആഴ്ചയായെന്ന് തോന്നുന്നു മീനൊക്കെ വാങ്ങിയിട്ട്. മറ്റേ കപ്പൽ മറിഞ്ഞ ശേഷം വരെ നമ്മൾ ആരും ഇവിടെ ഒന്നും ഫിഷൊന്നും കിട്ടിയിട്ടുമില്ല, നമ്മൾ വാങ്ങിയിട്ടുമില്ല. അപ്പം മുട്ട, ചിക്കൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ലഞ്ചും പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കണ്ടാലോ. ബാ. അടുക്കളയിൽ വെള്ളം കുടിക്കാൻ വന്ന ജാനു ഇന്ന് എന്തൊക്കെയാണ് കറിയെന്ന് റൗണ്ട്സിന് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ സാമ്പാർ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അമ്മ എല്ലാം അരിഞ്ഞ് പറക്കി ഒരു സൈഡിൽ വെച്ചിരുന്നു. പിന്നെ എനിക്ക് പാടില്ല, ഞാൻ പിന്നെ ചിലവറാന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്ന പാവയ്ക്ക മെഴുക്കുവരട്ടി. ഇവിടെ ആർക്കും അത്ര ഇഷ്ടമുള്ള കറിയല്ല, എന്നാലും വെക്കുവാണെങ്കിൽ ഞങ്ങളൊക്കെ കഴിക്കും, അത്രേ ഉള്ളൂ. പിള്ളേർ ആരും തൊടത്തില്ല പാവയ്ക്ക മെഴുക്കുവരട്ടി. പച്ചക്കറി കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളതാണ് കേട്ടോ 2 പാവയ്ക്ക. പിന്നെ അതിനെ മെഴുക്കുവരട്ടിയാക്കി. നമുക്കാണെങ്കിൽ പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി കല്ലുവാതിക്കൽ പോയാലേ ഒക്കെയുള്ളൂ. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. പിന്നെ ഞാൻ അമരയ്ക്ക തോരൻ ഉണ്ടാക്കി കേട്ടോ. ഇവിടെ അമരയ്ക്ക തോരൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറങ്ങാൻ കിട്ടിയ അവസരം മുതലാക്കുന്ന ബാലുനെ കണ്ടോ. അങ്ങനെ അവളുണ്ടോ പറഞ്ഞാൽ കേൾക്കുന്നു. ബാക്കി വീഡിയോ പിന്നൊന്നുമില്ല, കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുട്ട വാങ്ങാനായിട്ട് ജയൻ്റെ കടയിൽ പോയി. ജയൻ്റെ കട ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. പെട്ടെന്നുള്ള ആവശ്യങ്ങളിലാണ് ഞങ്ങൾ ഓടിപ്പോകുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളുമുള്ള ഒരു കൊച്ചു കടയാണ് ഞങ്ങളുടെ ജയൻ്റെ കടയെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ സ്കൂട്ടി എടുത്ത് ഒന്ന് പറന്ന് പോയി സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ട് വരും. ഇവിടെ ചെന്ന ബാലമോൾക്ക് പതിവാണ് ഇവിടുത്തെ ഈ മിഠായി. ഇത് കിൻഡർ ജോയുടെ അപരനാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെയൊക്കെ ഇരിക്കും, പേര് എഗ് എന്നാണ്. ഇതിനകത്തും ടോയ്സും ഉണ്ട്, മിഠായി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. സൈഡിൽ ഞാൻ മുട്ട മസാല ഉണ്ടാക്കാൻ പോവുകയാണേ. വലിയ അലങ്കാരങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ മുട്ട പുഴുങ്ങാൻ സൈഡിൽ വെച്ചതെല്ലാം കുക്കായി റെഡിയായി സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം സവാളയിലേക്ക് വഴണ്ടി വന്ന സവാളയിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ചു. അപ്പോൾ ആ പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറും. എന്നിട്ട് അതിനുശേഷം കുറച്ച് നെയ്യിനകത്തിട്ട് കൊടുക്കണേ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ലാസ്റ്റ് കറി മസാലയും കൂടി ഇട്ട് നന്നായിട്ട് അത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ആ സമയം നമ്മൾ ചക്കയ്ക്ക് അരപ്പിടുവാണ്. അപ്പോൾ ഇന്ന് ചക്കയുണ്ട്, ചക്കയ്ക്ക് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ചക്ക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് മുട്ട പീസാക്കി അരിഞ്ഞോ നൂല് കൊണ്ടിങ്ങനെ വലിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ മുട്ടയും മസാല എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. മീനൊന്നും ഇല്ലെങ്കിലും ഒരു ദിവസം 2 ദിവസമൊക്കെ ഓടാൻ പറ്റിയ നല്ല കിടിലൻ കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കുഴച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി സാധനമാണ്. അങ്ങനെ നമ്മുടെ ലഞ്ച് എന്തായാലും റെഡിയായി. രാവിലത്തെ സാമ്പാർ, തോരൻ, മെഴുക്കുവരട്ടി, ചക്ക, പിന്നെ മുട്ട മസാല കേട്ടോ. ചോറ് ഞാനിവിടെ വാത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും കൂടെ സൈഡിലെടുത്ത് ഞാൻ എന്തായാലും ഉണ്ണാനായിട്ടിരുന്നു. മീനില്ലെങ്കിൽ കഴിക്കാൻ വലിയ പാടുള്ള എൻ്റെ മക്കൾക്ക് ഇന്ന് ഊണിറങ്ങിപ്പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തേത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.